അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് പ്രിയാമ്പിൾ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ പ്രിയാമ്പിൾ ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ പ്രിയാമ്പിളിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന നമുക്കുണ്ട്. അപ്പോൾ ഈ ഭരണഘടന ഉണ്ടായ അന്ന് മുതൽ തന്നെ ഒരു പ്രിയാമ്പിൾ, കൃത്യമായിട്ട് രാജ്യം എങ്ങനെ ആയിരിക്കണം എന്നതൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രിയാമ്പിൾ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാതാക്കൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം ആ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പ്രിയാമ്പിൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം, എന്താണ് പ്രിയാമ്പിളിൽ പറയുന്നതെന്ന്. അപ്പോൾ പ്രിയാമ്പിൾ ഒന്ന് വായിക്കുകയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മളെന്താണ്, ഇന്ത്യയുടെ പൗരന്മാരാണ്. ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ sovereign, socialist, secular, democratic republic, and to secure to all its citizens justice, social, economical, and political, liberty of thought, expression, belief, faith, and worship, equality of status and of opportunity, and promote among them all fraternity, assuring the dignity of the individual and the unity and the integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact, and give to ourselves this Constitution. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖമാണ് ഇപ്പോൾ വായിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തെല്ലാമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വേർഡ്സ് എന്തെല്ലാമാണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കീ വേർഡ്സ് ഇൻ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വേർഡ്സ് എന്തെല്ലാമാണെന്നുള്ളതാണ്. ഒന്നാമത്തെ എന്താണ്? സോവറിൻ. സോവറിൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണ് എന്നുള്ളതാണ് സോവറിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ലോകത്തുള്ള പല വ്യവസ്ഥകളും ഉണ്ട്. സോഷ്യലിസം ഉണ്ട്, ക്യാപിറ്റലിസം ഉണ്ട്, കമ്മ്യൂണിസം ഉണ്ട്. അങ്ങനെ ഒരുപാട് വ്യവസ്ഥകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്, ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ ഇന്ത്യ സ്വീകരിച്ചത് ഒരു സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യ എന്ത് പറയുന്നുണ്ട്? ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണെന്ന് പറയുന്നുണ്ട്. സെക്കുലർ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ. സെക്കുലർ എന്ന് പറയുമ്പോൾ മതേതരത്വം, അതെന്തില്ല, ഏതെങ്കിലും ഒരു മതത്തിൻ്റെതായിട്ട് രാജ്യത്തെ എന്ത് ചെയ്തിട്ടില്ല, അടയാളപ്പെടുത്തിയിട്ടില്ല. മതേതരത്വ രാജ്യമായിട്ട് എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശമാണ്, ഏതു മതം വേണമെങ്കിലും സ്വീകരിക്കാം. ആ രീതിയിൽ ഇന്ത്യ എന്താണ്, ഒരു സെക്കുലർ രാജ്യമാണ് എന്നാണ് പറയുന്നത്. ഡെമോക്രാറ്റിക് രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഡെമോക്രാറ്റിക് എന്നുള്ള ഭാഗം പറയുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. പരമാധികാരം, അല്ലെങ്കിൽ ജനങ്ങൾക്കാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം. ആര് ഭരിക്കണം അല്ലെങ്കിൽ ആര് ഭരണത്തിൽ വരരുത് എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ആരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്? ജനങ്ങളിലാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമാണ്. റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് എന്തുണ്ട്? ഒരു ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഉണ്ട്. ഇന്ത്യക്ക് പ്രസിഡൻ്റ് ഉണ്ട്. അതേപോലെ ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ളൊരു ഭരണഘടനയുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ് എന്നാണ് പറയുന്നത്. ജസ്റ്റിസ്, അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ടേമാണ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതി. എല്ലാവർക്കും തുല്യനീതി ഉറപ്പുവരുത്തണം എന്നുള്ളത് തന്നെയാണ് ഈ ജസ്റ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിബർട്ടി എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം. എല്ലാവർക്കും വിവിധ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ച് തന്നിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റിൽ ലിബർട്ടി എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ടേമാണ്. ഇക്വാലിറ്റി, ഓൾ ആർ ഈക്വൽ അണ്ടർ ദി ലോ എന്നാണ് പറയുന്നത്. ഓൾ ആർ ഈക്വൽ അണ്ടർ ദി ലോ പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ഇക്വാലിറ്റി എന്ന് പറയുമ്പം അവിടെ എന്തില്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൂടുതൽ പരിഗണന കിട്ടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കൂടുതൽ അധപ്പതിപ്പിക്കാനുള്ള രീതിയിലുള്ള ശ്രമങ്ങളോ ഒന്നും നടക്കുന്നില്ല. ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഓൾ ആർ ഈക്വൽ എന്നുള്ളതാണ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്, അവസര സമത്വം, അങ്ങനെ പല രീതിയിലുള്ള സമത്വങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇക്വാലിറ്റി എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ടേം തന്നെയാണ്. അടുത്തത് ഫ്രറ്റേണിറ്റി, സാഹോദര്യം. അപ്പോൾ നമ്മളെന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യയുടെ ഭരണഘടന തുടങ്ങുന്നത് തന്നെ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയുടെ ജനങ്ങളാണ്. അതിൽ നമ്മുടെ എന്ത് പറഞ്ഞിട്ടില്ല, മതം പറഞ്ഞിട്ടില്ല, ജാതി പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ആകെയുള്ള ഒരു കൺസെപ്റ്റ് എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയുടെ ജനങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം എന്നുള്ള ആ ഒരു ആശയത്തെ കാണിക്കാനാണ്. പിന്നെ നമുക്കെല്ലാവർക്കും എന്താണ്, ഒരൊറ്റ ID കാർഡ്, അല്ലെങ്കിൽ ഒരൊറ്റ ഇന്ത്യൻ പൗരനാണ് എന്നുള്ള ഒരൊറ്റ അടയാളം മാത്രമേ ഉള്ളൂ. ആ ഒരു കൺസെപ്റ്റിൽ ഇന്ത്യയിലെ ഭരണഘടനയിൽ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വേർഡ്സാണ് ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഓരോന്നിനെയും എന്ത് ചെയ്യാം, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം.
അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ആദ്യത്തെ വേർഡ് തന്നെ എന്താണ്? സോവറിൻ എന്നുള്ളതാണ്. ദ വേർഡ് സോവറിൻ ഇംപ്ലൈസ് ദാറ്റ് ഇന്ത്യ ഈസ് നെയ്തർ എ ഡിപ്പെൻഡൻസി ഓർ എ ഡൊമിനിയൻ ഓഫ് എനി അതർ നാഷൻ. സോവറിൻ എന്ന് പറഞ്ഞാൽ പരമാധികാരം. നമ്മളെന്തല്ല വേറെ ഏതെങ്കിലും രാജ്യത്തെ ആശ്രയിച്ചിട്ടല്ല ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ആർക്കാണ്? നമുക്ക് തന്നെയാണ്. നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ കീഴിലല്ല എന്നുള്ളതാണ് പറയുന്നത്. സോവറിൻ എന്നുള്ളത് ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ സോവറിൻ ഇംപ്ലൈസ് ദാറ്റ് ഇന്ത്യ ഈസ് നൈദർ ഡിപ്പെൻഡൻസ്. ഇന്ത്യ എന്തല്ല ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യമല്ല, നോർ എ ഡൊമീനിയൻ ഓഫ് എനി അതർ നാഷൻ. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ കീഴിലുള്ള ഒരു ഡൊമിനിയനോ അല്ല ഇന്ത്യ. പക്ഷേ എന്താണ്? ബട്ട് ഇന്ത്യ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്. ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണ്. അപ്പോൾ സ്വതന്ത്ര രാജ്യമാകുമ്പോൾ എന്തുണ്ട്? അവനവൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ആ രാജ്യങ്ങൾക്കാണ് ഉണ്ടാവുക. ആ രീതിയിൽ ഇന്ത്യ എന്താണ്? ഒരു സോവറിൻ റിപ്പബ്ലിക്കാണ് എന്നാണ് പറയുന്നത്. ദർ ഇസ് നോ അതോറിറ്റി അബൌവ് ഇറ്റ്. ഇന്ത്യക്ക് മുകളിൽ ഒരു അതോറിറ്റി ഇല്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കുക ഇന്ത്യ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഭരണഘടനയുണ്ട്. പിന്നെ ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം നമുക്ക് സ്വാതന്ത്ര്യം തന്നതായിട്ട് പ്രഖ്യാപിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് രാജ്യങ്ങൾ കൂട്ടത്തിൽ ഇന്ത്യയും സ്വതന്ത്രമായതിൻ്റെ കൂട്ടത്തിൽ 1949 ഇന്ത്യക്ക് എന്ത് വന്നു? ഭരണഘടന ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 1950 ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് നമ്മൾ ആഘോഷിച്ചു. അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് തുടർന്ന് പോരുന്നു. ഇന്ത്യ എന്താണ്? ഒരു സോവറിൻ റിപ്പബ്ലിക്കാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ലോക രാജ്യ സംഘടനകളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് സംഘടനകളിലൊക്കെ ഇന്ത്യ അംഗമാണ്. ഇന്ത്യക്ക് എന്തുണ്ട്? കൃത്യമായൊരു സോവറിൻ, ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കാണ് എന്നുള്ള ഒരു പദവി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സോവറിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ എന്തല്ല, നൈദർ എ ഡിപ്പെൻഡൻസി നോർ എ ഡൊമീനിയൻ ഓഫ് എനി അതർ നാഷൻ. മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ഡൊമീനിയനോ അല്ലെങ്കിൽ ഒരു മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചിട്ടുള്ള ഒരു രാജ്യമോ അല്ല. ഇന്ത്യ സ്വതന്ത്രമാണ്. ബട്ട് ആൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആണ്. ഇനി അടുത്ത ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. സോഷ്യലിസ്റ്റ് എന്നുള്ളതാണ് അടുത്ത ഫീച്ചേഴ്സ്. അപ്പോൾ സോഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 42nd അമെൻമെൻറ്റ് പ്രകാരം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഭരണഘടനയിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊവിഷനാണ് സോഷ്യലിസ്റ്റ് എന്നുള്ളത്. 1976 അതായത് ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാകുന്ന സമയത്ത് എന്തില്ല? ഈ സോഷ്യലിസ്റ്റ് എന്നുള്ള വേർഡ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യം തന്നെ ആയിരുന്നു. പക്ഷേ പ്രധാനമായിട്ട് നമ്മുടെ ആ ടേം 42ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം 1976 ആ ടേം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണെന്ന് പറഞ്ഞു. സോഷ്യലിസ്റ്റ് രാജ്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രധാനപ്പെട്ട വ്യവസ്ഥിതിയിൽ ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമായിരുന്നു. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തൊക്കെ ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമായിരുന്നു. ബ്രിട്ടീഷുകാർ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ ദാരിദ്ര്യം വളരെ വലിയ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും താഴെ തട്ടിലുള്ള ആളുകളെ ഉയർന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള ആശയം എന്ന് പറയുന്നത് സോഷ്യലിസം തന്നെയാണ്. ആ ഒരു സോഷ്യലിസ്റ്റ് കൺസെപ്റ്റാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് സോഷ്യലിസ്റ്റ് രാജ്യമാകണമെന്നായിരുന്നു. നെഹ്റു ആണ് ഇന്ത്യൻ സോഷ്യലിസത്തിൻ്റെ പിതാവായിട്ടൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സോഷ്യലിസം എന്നുള്ള കൺസെപ്റ്റ് ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഫീച്ചേഴ്സുകളിൽ മൂന്നാമത്തെ ഫീച്ചേഴ്സ്, അതായത് സെക്കുലർ എന്നാണ് പറയുന്നത്. സെക്കുലർ എന്തെന്നാൽ മതേതരത്വ രാജ്യമാണ് എന്നാണ് പറയുന്നത്. അതും എന്താണ്? 1976 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1976 42nd അമെൻമെൻറ്റ് പ്രകാരമാണ് സെക്കുലർ എന്നുള്ള ഭാഗം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡിസ്കഷൻസൊക്കെ നടക്കാറുണ്ട്. ഇന്ത്യയുടെ സെക്കുലർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസൊക്കെ നടക്കാറുണ്ട്. നമുക്കറിയാം 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ 2 രാജ്യമായി വിഭജിച്ചിട്ടുണ്ടായിരുന്നു, പാകിസ്ഥാൻ എന്നും ഇന്ത്യ എന്നും. അപ്പോൾ എന്താണ്? മുസ്ലിം വിഭാഗത്തിന് പാകിസ്ഥാൻ എന്നുള്ള ഒരു കൺസെപ്റ്റും ഹിന്ദു വിഭാഗത്തിന് ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ
സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമായിട്ട് നിലകൊണ്ടു, മതേതരത്വ രാജ്യമായിട്ട് നിലകൊണ്ടു. മതേതരത്വ രാജ്യം എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ സ്റ്റേറ്റ് റിലീജിയൻ. സ്റ്റേറ്റിന് എന്തില്ല? ഒരു റിലീജിയൻ, പ്രത്യേക റിലീജിയൻ ഇല്ല. അപ്പം നമ്മൾ നേപ്പാളിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. നേപ്പാൾ എന്താണ്? പൂർണ്ണമായിട്ടും ഒരു ഹിന്ദു രാജ്യമാണ്. സൗദി അറേബ്യ ഒരു മുസ്ലിം രാജ്യമാണ്. പക്ഷേ ഇന്ത്യക്ക് എന്തില്ല? ഈ ഭരണഘടനാ പ്രകാരം കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു മതത്തെ ഇന്ത്യയുടെ മതമായിട്ട് കാണിക്കുന്നില്ല. പകരം ഇന്ത്യ ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. അപ്പോൾ എന്താണ് സെക്കുലർ എന്ന് പറയുമ്പോൾ? എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള, ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാവുന്ന, ഏത് മതം വേണമെങ്കിലും അതിൻ്റെ ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെടാവുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. ഇന്ത്യ എന്നുള്ളത് സെക്കുലർ റിപ്പബ്ലിക്കാണ്. 1976 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, ഭരണഘടനാ ഭേദഗതി പ്രകാരം 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സെക്കുലർ എന്നുള്ള ഭാഗം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എംബോഡീസ് ദ പോസിറ്റീവ് കൺസെപ്റ്റ് ഓഫ് സെക്കുലറിസം. ആ ഒരു സെക്കുലറിസത്തിൻ്റെ പോസിറ്റീവ് കൺസെപ്റ്റിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. ഓൾ റിലീജിയൻ ഇൻ അവർ കൺട്രി ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സ്ട്രെങ്ത്. അപ്പോൾ ആളുകളുടെ എണ്ണം അല്ല നോക്കുന്നത്, ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും എന്താണ് ഹാവ് ദ സെയിം സ്റ്റാറ്റസ് ആൻഡ് സപ്പോർട്ട് ഫ്രം ദി സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും സഹായങ്ങളും സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. അവിടെ എന്തില്ല? ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സ്ട്രെങ്ത്. അവരുടെ എണ്ണം ഇത്ര, ഹിന്ദു മതത്തിന് ഇത്ര കൂടുതലാണ്, മുസ്ലിം വിഭാഗത്തിന് ഇത്ര കൂടുതലാണ് എന്നുള്ള രീതിയിൽ ഒരു വിവേചനം അവിടെ കാണിക്കുന്നില്ല. എല്ലാ മതങ്ങൾക്കും എന്തുണ്ട്? ഈ ഇന്ത്യ രാജ്യത്ത് കൃത്യമായ സ്റ്റാറ്റസ് നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സെക്കുലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെക്കുലർ എന്നുള്ള ഭാഗം 1976 ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഒരു ഭാഗം ഡെമോക്രാറ്റിക് എന്നുള്ളതാണ്. ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പം ജനാധിപത്യ രാജ്യം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണാധികാരികളെ നമ്മൾ നേരിട്ട് തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ത്യ എന്താണ്? ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. നമ്മൾ ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. അപ്പം ജനാധിപത്യം തന്നെ വിവിധ തരത്തിലുണ്ട്. ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്, ഇൻഡയറക്റ്റ് ഡെമോക്രസിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഡയറക്റ്റ് ഡെമോക്രസിയാണ്. നമ്മുടെ നമുക്ക് വേണ്ടി ആരാണോ ഭരിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെ നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്? ഡയറക്റ്റായിട്ട് തിരഞ്ഞെടുത്ത് അയക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റിൽ ഇന്ത്യ എന്താണ്? ജനാധിപത്യ രാജ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡെമോക്രസി എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ടേം തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ റെപ്രസെൻറ്റേറ്റീവ് പാർലമെൻ്ററി ഡെമോക്രസി. ഇന്ത്യ എന്താണ്? ഒരു പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റാണ്. പാർലമെൻ്ററി ഡെമോക്രസിയാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അതിൽ ഇന്ത്യയുടെ ഡെമോക്രസി നിലനിൽക്കുന്നത് പ്രധാനമായിട്ടുള്ള വ്യവസ്ഥകളെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, അതായത് പ്രായപൂർത്തിയായവർക്ക് എന്തുണ്ട്? വോട്ടവകാശങ്ങളുണ്ട്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, 18 വയസ്സായ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ത്യയുടെ വോട്ടിംഗ് പാറ്റേണിൽ അല്ലെങ്കിൽ വോട്ടിംഗ് സിസ്റ്റത്തിൽ പങ്കാളികളാവാൻ പറ്റും. പിന്നെ പീരിയോഡിക് എലക്ഷൻസ്, നമ്മൾ എന്തുണ്ട്? കൃത്യമായ സമയങ്ങളിൽ എലക്ഷൻ സംഘടിപ്പിക്കുന്നുണ്ട് രാജ്യം. ഒരു ഡെമോക്രസി എന്നുള്ള രീതിയിൽ, അതായത് ജനാധിപത്യം എന്നുള്ള രീതിയിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും വിവിധ സ്ഥാപനങ്ങളിലേക്ക്, ഇപ്പോൾ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നിയമസഭകളുണ്ട്, ലോകസഭ അതായത് പാർലമെൻ്ററി സിസ്റ്റം, അങ്ങനെ 3 സിസ്റ്റത്തിലേക്കും എന്ത് നടക്കുന്നുണ്ട്? എലക്ഷൻ നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ ലോക്സഭ എലക്ഷൻ നടക്കുന്നുണ്ട്. MLA മാരിലേക്ക്, അതായത് നിയമസഭകളിലേക്ക്, സംസ്ഥാന നിയമസഭകളിലേക്ക് എലക്ഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കൊക്കെ എലക്ഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം 5 വർഷമാണ് കാലാവധി കൊടുക്കുന്നത്. 5 വർഷത്തെ കാലാവധിക്ക് ശേഷം പീരിയോഡിക് എലക്ഷൻ, വീണ്ടും 5 വർഷം കഴിയുമ്പോൾ വീണ്ടും എലക്ഷൻ ഉണ്ടാകുന്നു. അങ്ങനെ കൃത്യമായ സമയങ്ങളിൽ എലക്ഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ ഇന്ത്യ എന്താണ്? ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ടേം തന്നെയാണ് ഡെമോക്രസി എന്നുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിപ്പബ്ലിക് എന്നതിനെ കുറിച്ചാണ്. എന്താണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എ ഡെമോക്രാറ്റിക് പോളിറ്റി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറീസ്, മൊണാർക്കി ആൻഡ് റിപ്പബ്ലിക്. അപ്പോൾ ജനാധിപത്യ സമൂഹത്തെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, മൊണാർക്കി ആൻഡ് റിപ്പബ്ലിക്. അപ്പോൾ ഒരു രാജ്ഞി അല്ലെങ്കിൽ ഏകാധിപത്യ രാജാവ് എന്നുള്ള ആ കൺസെപ്റ്റൊക്കെയാണ് മൊണാർക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾ ഭരിക്കുന്ന സംവിധാനത്തെയാണ് മൊണാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ
മൊണാർക്കി ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് യൂഷ്വലി കിങ് ഓർ ക്യൂൻ. അതായത് മൊണാർക്കി ഉണ്ടാകുമ്പം അവിടെ രാജ്ഞിയോ രാജാവൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൻ്റെ തലവനായിട്ട് ഉണ്ടാവുക. പക്ഷേ ഇന്ത്യ എന്താണ്, ഒരു റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണെന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് എന്തുണ്ട്, ഒരു എലക്റ്റഡ് റിപ്പബ്ലിക് മീൻസ് എലക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രസിഡൻറ്റ് ഇന്ത്യക്കുണ്ട്. അതേപോലെ കൃത്യമായി ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ മാത്രമേ അവർ പ്രവർത്തിക്കുന്നുള്ളൂ. ഫോർ ദ ടേം റിപ്പബ്ലിക് ഇൻ അവർ പ്രിയാമ്പിൾ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ദ ടേം റിപ്പബ്ലിക് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് അത് സൂചിപ്പിക്കുന്നത് എന്താണ്, ദാറ്റ് ഇന്ത്യ ഹാസ് ആൻ എലക്റ്റഡ് ഹെഡ് കോൾഡ് ദി പ്രസിഡൻറ്റ്. ഇന്ത്യക്ക് എന്തുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഹെഡ് ഉണ്ട്, രാജ്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഹെഡ് ഉണ്ട്, കോൾഡ് ദ പ്രസിഡൻറ്റ്. അദ്ദേഹത്തെ ഇന്ത്യൻ പ്രസിഡൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഹി ഈസ് എലക്റ്റഡ് ഇൻഡയറക്ട്ലി ഫോർ ഫിക്സഡ് പീരിയഡ് ഓഫ് എ 5 year. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, എലക്റ്റ് ചെയ്യപ്പെടുകയാണ് ഇൻഡയറക്റ്റ്ലി. കൃത്യമായിട്ട് നമ്മൾ നേരിട്ട് വോട്ട് ചെയ്യുകയല്ല, നമ്മുടെ ജനപ്രതിനിധികൾ വഴി. നമ്മൾ പറഞ്ഞു പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന രീതിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഹി ഈസ് എലക്റ്റഡ് ഇൻഡയറക്ട്ലി ഫോർ എ ഫിക്സഡ് പീരിയഡ് ഓഫ് 5 years. ഇലക്ട്രൽ കോളേജാണ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി 5 വർഷമാണ്. ആ ഒരു രീതിയിൽ റിപ്പബ്ലിക് എന്നുള്ളത് ഇന്ത്യക്ക് എന്തുണ്ട്, ഒരു എലക്റ്റഡ് ഹെഡ് ഓഫ് ദി കൺട്രി എന്നുള്ള പേരിൽ ഒരു പ്രസിഡൻറ്റ് ഇന്ത്യക്ക് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ടേമാണ് റിപ്പബ്ലിക് എന്നുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജസ്റ്റിസ്, നീതി എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. എന്താണ് നീതി എന്നുള്ളത്, ഇന്ത്യൻ പ്രിയാമ്പിളിൽ നീതി എന്നുള്ള കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും തുല്യനീതി ഉറപ്പുവരുത്തണം എന്നുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞത് സോഷ്യൽ, ഇക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ, അതായത് സാമൂഹിക നീതി, സാമ്പത്തിക നീതി, പൊളിറ്റിക്കൽ, രാഷ്ട്രീയ നീതി. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് കാര്യങ്ങൾ നിലനിൽക്കുന്നത്. സാമ്പത്തിക നീതി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ, അങ്ങനെ 3 തരത്തിലുള്ള നീതികളെക്കുറിച്ച് പറയുന്നുണ്ട്. സോഷ്യൽ ജസ്റ്റിസ് ഡിനോട്ട് ദി ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓൾ സിറ്റിസൺസ് വിത്തൗട്ട് എനി സോഷ്യൽ ഡിസ്റ്റിങ്ഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, കളർ, റേസ്, റിലീജിയൻ, സെക്സ് ആൻഡ് സോ ഓൺ. സോഷ്യൽ ജസ്റ്റിസ്, നമ്മുടെ സാമൂഹിക നീതി എന്ന് പറയുമ്പോൾ ഡിനോട്ട്സ് ദ ഈക്വൽ ട്രീറ്റ്മെൻറ്റ്, അതിൽ എന്താണ്, ഈക്വൽ ആക്കിയിട്ട് എല്ലാവരും ഈക്വൽ ആണെന്നുള്ള കൺസെപ്റ്റാണ്. ഓൾ സിറ്റിസൺ, എല്ലാ പൗരന്മാരും ഈക്വൽ ആണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് സോഷ്യൽ ജസ്റ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്തൗട്ട് എനി സോഷ്യൽ ഡിസ്റ്റിങ്ഷൻ, ആ ഒരു എല്ലാവരും തുല്യരാണെന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാകാൻ പാടില്ല, ഏതെങ്കിലും സാമൂഹികമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ബേസ്ഡ് ഓൺ കാസ്റ്റിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ കളറിൻ്റെ ബേസിൽ, റേസ്, വംശ ബേസിൽ, അല്ലെങ്കിൽ റിലീജിയൻ, മതപരമായിട്ട്, സെക്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ ജാതി, മത, വർഗ വ്യത്യാസങ്ങളൊന്നും കൂടാതെ തന്നെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതി ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് ഈ ജസ്റ്റിസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ പറയുന്നത്. ജസ്റ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു നീതി തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ജസ്റ്റിസ് എന്നതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഫോർമാറ്റാണ് സോഷ്യൽ, ഇക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്നുള്ളത്. അപ്പോൾ ഈ ഇക്കണോമിക് ജസ്റ്റിസ് എന്താണെന്ന് നോക്കാം. ഇക്കണോമിക് ജസ്റ്റിസ് ഡിനോട്ട്സ് നോൺ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഓൺ ദി ബേസിസ് ഓഫ് ഇക്കണോമിക് ഫാക്ടേഴ്സ്. അതില്ല, നോൺ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ബിറ്റ്വീൻ പീപ്പിൾ, ജനങ്ങൾക്കിടയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഓൺ ദി ബേസിസ് ഓഫ് ഇക്കണോമിക് ഫാക്ടേഴ്സ്, സാമ്പത്തികമായിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് പാടില്ല, ഒരു ഇനീക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ബേസിൽ ഇൻജസ്റ്റിസ് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദി എലിമിനേഷൻ ഓഫ് ഗ്ലെയറിങ് ഇനീക്വാളിറ്റീസ് ഇൻ വെൽത്ത്, ഇൻകം ആൻഡ് പ്രോപ്പർട്ടി. അപ്പം വെൽത്ത്, ഇൻകം, പ്രോപ്പർട്ടി, വരുമാനത്തിലും സമ്പത്തിലും നമ്മുടെ പ്രോപ്പർട്ടികളിലൊക്കെ ഉള്ള ആ ഒരു ഇനീക്വാലിറ്റിയെ അബോളിഷ് ചെയ്യണമെന്നാണ് ഇന്ത്യയുടെ എക്കണോമിക് ജസ്റ്റിസ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ആമുഖത്തിൽ പറയുന്നത്. അപ്പോൾ ഇനി പൊളിറ്റിക്കൽ ജസ്റ്റിസ്, നമ്മുടെ രാഷ്ട്രീയ നീതി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. ദാറ്റ് ആൾ സിറ്റിസൺ ഷുഡ് ഹാവ് ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്. എല്ലാവർക്കും എന്താണ്, പൊളിറ്റിക്കൽ റൈറ്റ് ഈക്വൽ ആണ്. ഈക്വൽ ആക്സസ് ടു ഓൾ പൊളിറ്റിക്കൽ ഓഫീസസ് ആൻഡ് ഈക്വൽ വോയിസസ് ഇൻ ദി ഗവൺമെൻറ്. എല്ലാവരും, ജനാധിപത്യ രാജ്യം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും എന്താണ്, തുല്യരാണ്. എല്ലാവർക്കും പൊളിറ്റിക്കൽ ഈക്വൽ ആക്സസ് ടു പൊളിറ്റിക്കൽ ഓഫീസസ് ആൻഡ് ഈക്വൽ വോയിസ് ഇൻ ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കണം, എല്ലാവരും തുല്യമായ രീതിയിൽ അവർ പരിഗണിക്കണം എന്നുള്ളതും, പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്നുള്ളത് എല്ലാവർക്കും ഈക്വൽ ആണ് എന്നുള്ളതുമാണ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിബർട്ടി. ദ ടേം ലിബർട്ടി മീൻസ് ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻറ്റ് ഓൺ ദി ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ്
അറ്റ് ദ സെയിം ടൈം പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസ്. അപ്പോൾ ലിബർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് ഓഫർ ചെയ്യും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. ദ ടേം ലിബർട്ടി മീൻസ് ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻറ്റ് ഓൺ ദി ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പം ഈ ഇൻഡിവിജ്വൽസിൻ്റെ ആക്ടിവിറ്റീസിന് എന്തെങ്കിലും തടസ്സം നേരിടുക, അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസ്. അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള അവസരങ്ങളിൽ അവരെന്ത് ചെയ്യുകയാണ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സണെ പ്രൊവൈഡ് ചെയ്യുകയാണ്, അവർക്കുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലിബർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പ്രിയാമ്പിൾ സെക്യൂർ ഓൾ ഇറ്റ്സ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. അപ്പോൾ ഇന്ത്യയിൽ ലിബർട്ടി എന്നതുകൊണ്ട് ആമുഖത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ലിബർട്ടി ഓഫ് തോട്ട്, ചിന്താപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. എക്സ്പ്രഷൻ, അത് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബിലീഫ്, ഏതെങ്കിലും ഒരു വിശ്വാസം ഫോളോ ചെയ്യാൻ, വിശ്വാസം അനുസരിച്ച് ജീവിക്കാനൊക്കെ ഉള്ള അവകാശം കൊടുക്കുന്നുണ്ട്. ഫെയ്ത്ത് ആൻഡ് വേർഷിപ്പ്, അവരുടെ ആരാധനാ കർമ്മങ്ങൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് തുടർന്ന് പോരാനുള്ള അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ത്രൂ ദെയർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ഈ ഒരു ലിബർട്ടി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്, മൗലികാവകാശങ്ങളൊക്കെ. എൻഫോഴ്സബിൾ ഇൻ കോർട്ട് ഓഫ് ലോ ഇൻ കേസ് ഓഫ് വയലേഷൻ. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ അല്ലെങ്കിൽ ലിബർട്ടിക്കൊക്കെ എന്തെങ്കിലും വയലേഷൻ വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാലും നമുക്ക് എന്ത് ചെയ്യാം, കോടതി മുഖേന അത് നേടിയെടുക്കാനുള്ള അവകാശം കൂടിയുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ടേമാണ് ലിബർട്ടി എന്നുള്ളത്. അടുത്തൊരു കൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ട, നമുക്ക് എപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇക്വാലിറ്റി, സമത്വം എന്നുള്ളത്. അപ്പോൾ സമത്വം എന്താണ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ദ ടേം ഈക്വാലിറ്റി മീൻസ് ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ് ടു എനി സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ എന്താണ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ദ ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ് ടു എനി സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഒക്കെ എന്ത് കൊടുക്കുക, സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കാതിരിക്കുക, എല്ലാവരും ഈക്വലായിട്ട് എപ്പോഴും കാണുക, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥക്ക് പറയുന്ന പേരാണ് ഇക്വാലിറ്റി എന്നുള്ളത്. അപ്പം ആ ഒരു കൺസെപ്റ്റിൽ വേണം ഇക്വാലിറ്റി എന്നുള്ളത് മനസ്സിലാക്കാൻ. ദ പ്രിയാമ്പിൾ ടു ഓൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ, പ്രിയാമ്പിൾ secures all citizens of India equality of status and opportunity. This provision embraces three dimensions of equality: civic, political, economical. അപ്പോൾ വിവിധ തരത്തിലുള്ള ഇക്വാലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ആദ്യമായിട്ട് പറയുന്നതും ഇക്വാലിറ്റി എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇക്വാലിറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദ പ്രിയാമ്പിൾ സെക്യൂർസ് ആൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസിൽ എന്തുണ്ട്, ഇക്വാലിറ്റി കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓപ്പർച്യൂണിറ്റി, അവസരത്തിലും എന്തുണ്ട്, നമ്മൾ എല്ലാവർക്കും തുല്യ അവസരം കൊടുക്കുന്നുണ്ട്. ദിസ് പ്രൊവിഷൻ എംബ്രൈസസ് 3 dimensions ഓഫ് ഇക്വാലിറ്റി. അപ്പോൾ ഈ ഒരു ഇക്വാലിറ്റിയിൽ പറയുന്നത് 3 dimensions ആണ്: സിവിക്, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക്. ഇങ്ങനെ 3 തരത്തിലുള്ള ഇക്വാലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളത് ഇക്വാലിറ്റിയെക്കുറിച്ചുള്ള കുറച്ച് ആർട്ടിക്കിളുകളാണ്. ആർട്ടിക്കിൾ 14 എന്ത് പറയുന്നു, 15 എന്ത് പറയുന്നു, ആർട്ടിക്കിൾ 16, 17, 18 ഈ ആർട്ടിക്കിളുകളൊക്കെ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് ഒരു ഈ ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ഭാഗത്ത് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രറ്റേണിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഫ്രറ്റേണിറ്റി മീൻസ് ദ ആബ്സെൻസ് ഓഫ് ബ്രദർഹുഡ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ട്സ് ദിസ് ഫീലിംഗ് ഓഫ് ഫ്രറ്റേണിറ്റി ബൈ ദ സിസ്റ്റം ഓഫ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. അത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് മീൻസ് എസെൻസ് ഓഫ് ബ്രദർഹുഡ്. ഒരു തരത്തിൽ എന്താണ്, ഒരു സാഹോദര്യം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ആ ഒരു ഫ്രറ്റേണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന, പ്രൊമോട്ട്സ് ദിസ് ഫീലിംഗ് ഓഫ് ഫ്രറ്റേണിറ്റി ബൈ ദി സിസ്റ്റം ഓഫ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. അപ്പോൾ എന്താണ്, നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡിലോ ആധാർ കാർഡിലോ ഒക്കെ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, നമ്മൾ ഇന്ത്യയുടെ പൗരന്മാരാണ് എന്നുള്ളതാണ്, സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബേസിൽ നമ്മളെന്താണ്, ഇന്ത്യയുടെ ജനങ്ങളാണെന്ന് പറയുമ്പം ഇന്ത്യക്കാരെല്ലാവരും സഹോദരന്മാരാണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഫ്രറ്റേണിറ്റി എന്നുള്ള ആ ഒരു ഭാഗം ഉയർത്തി കാണിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഭാഗം പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നമ്മുടെ ആർട്ടിക്കിൾ 51A പ്രകാരം നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ സേസ് ദാറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമംഗ്സ്റ്റ് ഓൾ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ട്രാൻസ്കെൻഡിങ് റിലീജിയസ്, ലിംഗ്വിസ്റ്റിക്, റീജിയണൽ ഓർ
സെക്ഷണൽ ഡൈവേഴ്സിറ്റീസ്. അപ്പോൾ ആർട്ടിക്കിൾ 51A പ്രകാരം നമ്മുടെ ബേസിക്കായിട്ടുള്ള ഡ്യൂട്ടി, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ് എന്ത്, ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ പ്രൊമോട്ട് ഹാർമണി ആൻഡ് സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ്. നമ്മുടെ ഐക്യവും കോമൺ ബ്രദർഹുഡ്, പരസ്പരം സഹോദരന്മാരാണ് എന്നുള്ള ആ ഒരു ചിന്താഗതിയും ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് എമംഗ്സ്റ്റ് ഓൾ പീപ്പിൾ. ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെ ഇടയിലും നമ്മൾ എന്താണ്, സഹോദരന്മാരാണ് എന്നുള്ള ആ ഒരു ആശയം മുറുകെ പിടിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവരെ ആ ഒരു രീതിയിൽ അതിന് പ്രാപ്തരാക്കേണ്ടതുണ്ട്. അതിന് എന്ത് പാടില്ല, മതപരമായിട്ടോ ഭാഷാപരമായിട്ടോ പ്രാദേശികപരമായിട്ടോ അങ്ങനെ ഏതെങ്കിലും സാമൂഹികപരമായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള ഡൈവേഴ്സിറ്റീസ് ആ ഒരു രീതിയിൽ ആ ഡൈവേഴ്സിറ്റീസ് ഒന്നും അതിന് വിഘാതം സൃഷ്ടിക്കാൻ പാടില്ല. ഇന്ത്യയിൽ എന്തുണ്ട്, ഒരുപാട് ജാതി മത വർഗ വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ ഇതൊന്നും എന്തിനു പാടില്ല, നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ളതായിരിക്കണം അൾട്ടിമേറ്റ് ഫീലിംഗ്. അവിടെ യാതൊരു തരത്തിലുള്ള മറ്റുള്ള കാര്യങ്ങളും ഇടപെടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഫ്രറ്റേണിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ പ്രധാനമായിട്ടും പറയുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന അതിൻ്റെ പ്രിയാമ്പിളിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ ആമുഖം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത് ഒരു ആമുഖത്തിലൂടെയാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇന്ത്യൻ പ്രിയാമ്പിൾ എന്താണെന്ന് നമ്മൾ വായിച്ചു, അതിലുള്ള പ്രധാനപ്പെട്ട പ്രൊവിഷൻസുമാണ് പറഞ്ഞത്. അപ്പോൾ കൃത്യമായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ഏരിയ കൂടിയാണ് പ്രിയാമ്പിൾ. അപ്പോൾ വളരെ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഈ ഒരു ഭരണഘടനയുടെ ആമുഖമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചാണ്. അടുത്ത ക്ലാസ്സിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം.